ಕಾಂತಾರ ಸಿನಿಮಾ ಹಾಡನ್ನು ಮೂಗಿನ ಮೂಲಕ ಹಾಡಿದ ಅಂಬಿಕಾ. ಮನಸ್ಸಿನಲ್ಲಿ ಹೊಳೆಯುವ ಹಾಡುಗಳನ್ನು ಮೂಗಿನ ಮೂಲಕ ಆಲಾಪನೆ ಮಾಡುವ ಖ್ಯಾತ ನಾಸಿಕನಾದ ವಿಸ್ಮಯ ಕಲಾವಿದೆಯಾಗಿದ್ದಾರೆ ಅಂಬಿಕಾ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಮುಳಿಯಾರು ಪಂಚಾಯತಿನ ಪಾತನಡ್ಕ ನಿವಾಸಿಯಾದ ಈಕೆ ಮೂಗಿನ ಮೂಲಕ ಹಾಡಿ ಶ್ರೋತೃಗಳ ಮನ ರಂಜಿಸುತ್ತಿದ್ದಾರೆ. ಉದ್ಯಮಿಯಾಗಿರುವ ಪತಿ ಪ್ರಸನ್ನ ಚಂದ್ರನ್ ಹಾಗೂ ಕುಟುಂಬ ಅಭಿಮಾನಿಗಳ ಪ್ರೋತ್ಸಾಹದಿಂದ ಪ್ರಸಿದ್ಧಿ ಪಡೆದಿರುವ ಇವರಿಗೆ ಇನ್ನೊಂದೇ ಆಗ್ರಹ. ಜಗತ್ತಿನಲ್ಲಿ ಅತ್ಯಪೂರ್ವವಾದ ನಾಸಿಕನಾದ ವಿಸ್ಮಯವನ್ನು ವಿಶ್ವದ ವೇದಿಕೆಯಲ್ಲಿ ತೋರಿಸಿಕೊಡುವುದಾಗಿದೆ. ಅದಕ್ಕಿರುವ ಸಿದ್ಧತೆಗಳನ್ನು ಮುಂದುವರಿಸುತ್ತಿದ್ದಾರೆ ಇವರು ಪ್ರಸ್ತುತ ಚೆಂಗಲ ಪಂಚಾಯತ್ ರಾಷ್ಟ್ರೀಯ ಉದ್ಯೋಗ ಖಾತರಿ ಯೋಜನೆಯ ಅಕೌಂಟೆಂಟ್ ಆಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿದ್ದಾರೆ. ഞാൻ അംബിക. എൻ്റെ വീട് മുളിയാറാണ്. മുളിയാറ് പാത്രനടുക്കം സ്വദേശമാണ് എൻ്റെത്. പിന്നെ ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചെങ്കള പഞ്ചായത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് ഈ നാസികാനാദ വിസ്മയം എന്നുള്ള ഈ പരിപാടി ഞാൻ ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ മൂക്ക് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു സംഗീത ഉപകരണത്തിൻ്റെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് കണ്ടെത്തിയത് ഒരു പ്രത്യേക ഒരു സമയത്ത് തന്നെയാണ്. എന്താ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സാധാരണ പാട്ട് പാടുന്നതല്ലാതെ അധികവും കൂടുതലൊന്നും ഇങ്ങനെ പരിപാടികളൊന്നും പങ്കെടുക്കാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മിമിക്രിയിൽ പങ്കെടുക്കാനൊരു അവസരം കിട്ടി, ഈ കുടുംബശ്രീ തലത്തിലുള്ള. അപ്പോൾ മിമിക്രിയിൽ ഏതൊക്കെ ഐറ്റംസ് നമുക്ക് എത്ര മാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ രീതിയിൽ ഞാനത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് നാദസ്വരത്തിൻ്റെ കച്ചേരി. ഇപ്പോൾ നാദസ്വരം ഇങ്ങനെ ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മൂക്ക് കൊണ്ടും കൂടെ അതിന് മോഡുലേഷൻ വരുത്തുമ്പോൾ നമുക്ക് ഒരുപാട് മ്യൂസിക്കിൻ്റെ ആ ഒരു രീതിയിലേക്ക് വരാൻ പറ്റിയത്. അപ്പോൾ ഏത് പാട്ടും ഇപ്പോൾ മെലഡീസ് ആണെങ്കിലും ഇപ്പോൾ ക്ലാസിക്കലാണെങ്കിലും ഏത് പാട്ട് നമുക്ക് ഇതിലൂടെ പാടാൻ പറ്റുന്ന ഞാൻ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ ഗിന്നസ് റെക്കോർഡിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായി. അതിനുശേഷമാണ് ഈ പ്രോഗ്രാമിലൂടെയാണ് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ ഇതിപ്പോൾ കുറേ സ്റ്റേജിൽ അതിന് ശേഷം പാടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഹാപ്പിയാണ്. ഇനി എനിക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റേജിൽ കൂടി ഇത് പാടണം. ഇതുവരെ ആരും ചെയ്യാത്ത പ്രോഗ്രാമാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും എനിക്കൊരു വലിയൊരു ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഇത് പാടണം എന്നൊരു വലിയൊരു ആഗ്രഹമാണ്. ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഈ പരിപാടി അവതരിപ്പിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡ് പ്രസന്നേന്ദ്രൻ, ബിസിനസ്സാണ് വിദ്യാനഗറിൽ. ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 6-7 വർഷമായി പരിപാടി ചെയ്യുന്നത് മൂക്കിലൂടെ. നാദവിസ്മയം എന്ന് പറഞ്ഞാൽ നാസികാനാദവിസ്മയം എന്ന് പറഞ്ഞിട്ടാണ് പരിപാടി പങ്കെടുക്കാറ്. ചാനലുകളിലും മറ്റ്
TV പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് പ്രസന്നേട്ടനാണ്. എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ നല്ല സപ്പോർട്ടാണ്. പിന്നെ അതൊരു പ്രോത്സാഹനം ഉള്ളതുകൊണ്ട് ഞാനതിനെ പോളിഷ് ചെയ്തെടുത്തു ഇപ്പോഴും ചെയ്തു പോകുന്നു. അംബിക പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ പിന്നെ പാട്ടോട് അധികം സ്നേഹമായിരുന്നു. പല പാട്ടും പല തരത്തിൽ പാടുമായിരുന്നു. ആ അടുക്കാന്ന് ഈ മൂക്കിലെ പല സമയത്തും പാടുന്നത് കണ്ടത്. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കീഴിൽ വരുമ്പോൾ ഓൺലൈനിൽ ഷൂട്ട് ചെയ്യലും ബാക്കി മാധ്യമങ്ങളെ കൂടിയിട്ട് അറിയാനുള്ള ഇതുണ്ട്. അതിനെല്ലാ സപ്പോർട്ടും ഞാൻ കൊടുത്തിരുന്നു. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.